നമസ്കാരം. ചൈനീസ് ബന്ധമുള്ള സാറ്റലൈറ്റുകൾ ഇന്ത്യക്ക് വലിയ ഭീഷണി ഉയർത്തിയ സാഹചര്യത്തിൽ ചൈനയ്ക്കെതിരെ ഇന്ത്യ കടും വെട്ട് നടത്തിയിരിക്കുകയാണ്. ദേശീയ സുരക്ഷ ഒരു ചോദ്യചിഹ്നമായി അവശേഷിച്ചതോടെയാണ് ഇന്ത്യ പുത്തൻ നീക്കം നടത്തിയിരിക്കുന്നത്. ചൈനീസ് നിയന്ത്രണം അവസാനിക്കുന്ന ഇന്ത്യയുടെ ആകാശം പൂർണ്ണമായും സുരക്ഷിതമാകുന്ന ഒരു ദിവസം. ഇതൊരു സാറ്റലൈറ്റ് യുദ്ധത്തിലെ വിജയഗാഥയാണ്. ഇത് കേവലം നിയമമാറ്റമല്ല, നമ്മുടെ സൈനിക വിവരങ്ങൾ, അതുപോലെ തന്ത്രപരമായ നീക്കങ്ങൾ, പൗരന്മാരുടെ ഡേറ്റ, ഇവയെല്ലാം സംരക്ഷിക്കാനുള്ള ഇന്ത്യയുടെ ഇച്ഛാശക്തിയുടെ ഭാഗമാണ്. വിദേശ ഉപഗ്രഹങ്ങൾ ഉപയോഗിച്ച് ഇനി ഇന്ത്യയിൽ നിന്ന് ഒരു ടെലിവിഷൻ ചാനൽ ബ്രോഡ്കാസ്റ്റിംഗും നടക്കില്ല. അതായത് ഇതുവരെ നമ്മുടെ ആകാശത്തിൽ ഒരു വിദേശ ശക്തിയുടെ നിഴൽ വീണുകിടപ്പുണ്ടായിരുന്നു. നമ്മുടെ തലയ്ക്ക് മുകളിൽ നടന്ന ഒരു ഡിജിറ്റൽ ചാരപ്രവർത്തനം. ചൈനയുടെ ചാരക്കണ്ണുകളുമായി നിരവധി ഉപഗ്രഹങ്ങളാണ് ഇന്ത്യക്ക് വേണ്ടി പ്രവർത്തിച്ചു കൊണ്ടിരുന്നത്. ഇന്ത്യയുടെ ബഹിരാകാശ നിയന്ത്രണ അതോറിറ്റിയായ ഐഎൻ സ്പേസ് പുറത്തിറക്കിയ ഉത്തരവ് ഒരു വിപ്ലവമാണ്. ദേശീയ സുരക്ഷയെ മുൻനിർത്തിയാണ് ചൈന സാറ്റ്, ഏഷ്യ സാറ്റ് പോലുള്ള കമ്പനികളുടെ ഉപഗ്രഹങ്ങൾ നൽകിയിരുന്ന അംഗീകാരം ഇന്ത്യ പിൻവലിച്ചത്. നമ്മുടെ ഡാറ്റ, നമ്മുടെ സുരക്ഷ, അത് നമ്മുടെ നിയന്ത്രണത്തിലാവണം. ഈ തീരുമാനം എന്താണ് ഇത്ര നിർണായകമാകുന്നു എന്നതുകൂടി ഒന്ന് നോക്കാം. ഏഷ്യൻ സാറ്റ് പോലുള്ള കമ്പനികളുടെ ഉടമസ്ഥത ഭാഗികമായി ചൈനീസ് സർക്കാർ നിയന്ത്രണത്തിനുള്ള സിറ്റിക് ഗ്രൂപ്പ് കോർപ്പറേഷൻ ആണ്. അതായത് നമ്മുടെ രാജ്യത്തെ നിർണായകമായ വാർത്താ വിനിമയ ചാനലുകളുടെ ഒരു വിദേശ ശക്തിയുടെ കയ്യിലാണ് എന്ന്. അതിന് തടയിടുന്നതിന്റെ ഭാഗമായാണ് ചൈനീസ് ഡ്രാഗന്റെ കണ്ണുകൾ ഇനി ഇന്ത്യൻ ആകാശത്ത് വേണ്ട എന്ന കടുത്ത തീരുമാനത്തിലേക്ക് കേന്ദ്ര സർക്കാർ കടക്കുകയായിരുന്നു. 2026 മാർച്ച് 31-നകം ചൈനീസ് ബന്ധമുള്ള ഉപഗ്രഹങ്ങളിൽ നിന്നും എല്ലാ ഇന്ത്യൻ ബ്രോഡ്കാസ്റ്റർമാരും മാറണം. എവിടേക്ക് മാറ്റാമെന്ന് വെച്ചാൽ നമ്മുടെ അഭിമാനമായ ISROയുടെ ജിസാറ്റ് പരമ്പരകളിലേക്ക്, നമ്മുടെ സ്വന്തം ഉപഗ്രഹ സംവിധാനത്തിലേക്ക്. ഇത് ആത്മനിർഭർ ഭാരതിന്റെ ഏറ്റവും ശക്തമായ പ്രഖ്യാപനമാണ്. ഇനി നമ്മുടെ ബഹിരാകാശം നമ്മുടെ നിയന്ത്രണത്തിൽ എന്ന ഉറച്ച നിലപാടാണ് ഇന്ത്യ എടുത്തത്. സി എന്റർടൈൻമെന്റ്, ജിയോ സ്റ്റാർ പോലുള്ള വൻകിട കമ്പനികൾ പോലും ഇസ്രോയുടെ ജിസാറ്റ് 30/17 പോലുള്ള ഉപഗ്രഹങ്ങളിലേക്ക് മാറിക്കഴിഞ്ഞു. ഇത് കേവലം സാറ്റലൈറ്റ് മാറ്റമല്ല, നമ്മുടെ സാങ്കേതിക ശക്തിയുടെ പ്രകടനമാണ്. നമ്മുടെ സൈനിക വിവരങ്ങൾ, തന്ത്രപരമായ നീക്കങ്ങൾ, അല്ലെങ്കിൽ സാധാരണക്കാരുടെ ഡേറ്റ പോലും ചോർത്തപ്പെടാനുള്ള സാധ്യതയാണ് ഇതിലൂടെ അടയുന്നത്. ഇനി മുതൽ ഇന്ത്യയിൽ പ്രവർത്തിക്കുന്ന ഏതൊരു വിദേശ ഉപഗ്രഹത്തിനും ഇന്ത്യൻ സ്ഥാപനമായ ഐഎൻ സ്പേസിൽ നിന്നും പുതിയ അംഗീകാരം വാങ്ങണം. ഇത് ഇന്ത്യയുടെ ഡിജിറ്റൽ അതിർത്തിയിലെ പുതിയ നിയമമാണ്. നമ്മുടെ ഡാറ്റ ഗവേണൻസ് ഫ്രെയിംവർക്കുകൾ അനുസൃതമായി മാത്രമേ ഏതു കമ്പനിക്കും ഇന്ത്യയിൽ പ്രവർത്തിക്കാൻ സാധിക്കൂ. കൂടാതെ ഇന്ത്യയുടെ ബഹിരാകാശ രംഗത്ത് ഇത് വലിയ കുതിച്ചുചാട്ടത്തിന് കാരണമാകുന്നുണ്ട്. ഇതോടെ ഇന്ത്യയിലെ സ്വകാര്യ ബഹിരാകാശ സ്ഥാപനങ്ങൾക്ക് ഇസ്രോയുടെ അടിസ്ഥാന സൗകര്യങ്ങൾ ഉപയോഗിക്കാൻ അവസരം ലഭിക്കും. നമ്മുടെ ബഹിരാകാശ വ്യവസായവും കുതിച്ചുയരും. അന്താരാഷ്ട്ര തലത്തിൽ ഇത് ഇന്ത്യയുടെ തലയുയർത്തുന്ന തീരുമാനമാണ്. സാങ്കേതികമായും നമ്മൾ എത്രത്തോളം ശക്തരാണെന്ന് ലോകം തിരിച്ചറിയാൻ പോകുന്നു. 2026 മാർച്ച് 31-ന് ആ ദിവസം ഇന്ത്യയുടെ ചരിത്രത്തിലെ സുവർണ ലിപികളിൽ എഴുതപ്പെടും. ഇസ്രായേലിന്റെ 5 സൈനിക താവളങ്ങളിൽ കനത്ത നാശനഷ്ടം. മോദി വെളിപ്പെടുത്തുന്ന ഇന്ത്യയുടെ വികസനത്തിന്റെ മയക്കുമരുന്ന് വിൽപ്പനയ്ക്കെതിരെ ശക്തമായ നടപടിയെടുത്ത് ഷാർജ പോലീസ്. അമേരിക്കയിലെ സാധാരണ മനുഷ്യരോട് കൂടിയാണ് കോൺഗ്രസിനുള്ളിൽ പങ്കുവയ്ക്കാൻ ഓപ്പറേഷൻ സിന്ദൂറിൽ ഉപയോഗിച്ച